മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. CH മുഹമ്മദ് കോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, 57 രൂപീകൃതമായ കേരളത്തിൽ കഴിഞ്ഞ 68 വർഷത്തിനിടയിൽ ഒരൊറ്റ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളൂ കേരളത്തിൽ. അത് നാണക്കേടാ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു UDF മിനിസ്ട്രി വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരായാലും ഡെപ്യൂട്ടി CM കുഞ്ഞാലിക്കുട്ടി തന്നെ ആവും. പക്ഷേ മുസ്ലിം ലീഗ് പറഞ്ഞാൽ ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല, കണ്ടറിഞ്ഞു കൊടുക്കണം, കണ്ടറിഞ്ഞു കൊടുക്കേണ്ടതാ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ 7 മന്ത്രി സ്ഥാനം ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും, അതിനുള്ള അർഹത അവർക്കുണ്ടെന്നേ. പക്ഷേ ആ കുഞ്ഞാലിക്കുട്ടി അല്ല ഇപ്പോഴത്തെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ വായിന്ന് ഇമ്മച്ചുറായിട്ടുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കത്തില്ല. വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്നു. വെല്ലുവിളി രാഷ്ട്രീയമില്ല, സെക്കുലറാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര്യാടൻ മുഹമ്മദൊക്കെ മരണപ്പെട്ട ശേഷം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് സെക്കുലർ ഫേസ് ഇല്ല. പിന്നെ ഒരു കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു ഈ ഉടായ്പും ഈ പരിപാടികളും തരികിടകളും ഒക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ച് ഷാഫി പറമ്പിൽ ഭാവിയിലാകാൻ പറ്റുമെന്ന്. പക്ഷേ അതോടുകൂടി കേരളത്തിൻ്റെ അവസാനമായിരിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസാനമായിരിക്കും. ഷിയാസ് പിന്നെ കാണുന്നത് ഷിയാസ് തീ കൊടുത്തു, പട്ടക്കം കൊണ്ട് പൊട്ടി തുടങ്ങിയപ്പോൾ ഷിയാസ് കൊണ്ട് തെറിച്ചു പോയി. ബാക്കിയുള്ളവർ മുഴുവൻ അപ്പുറത്തിരുന്ന് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക, മറ്റേ കേസിക്ക് അനുകൂലമായിട്ടുള്ളവർ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെന്തിനാണ് ഡെപ്യൂട്ടി CM കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം 5 മതിയോ, ഞങ്ങൾക്ക് 7 കിട്ടിക്കൂടെ, എന്താ മുഖ്യമന്ത്രി ആവുന്നതിനും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ചില ചോദ്യങ്ങൾ മുമ്പോട്ടിടുന്നുണ്ട്. അതുകൂടാതെ തന്നെ കോൺഗ്രസിനകത്ത് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിടിവലി നടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൽ മുസ്ലിം ലീഗ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചില ചിന്തകൾ ഇപ്രാവശ്യം കയറി കൂടിയിട്ടുണ്ടോ? അല്ലെ, മുസ്ലിം ലീഗ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതിനകത്ത് അങ്ങനെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. കേരളത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള 2 പാർട്ടികളേ ഉള്ളൂ, ഒന്ന് CPM ഒന്ന് മുസ്ലിം ലീഗും. എങ്ങനെ തലകുത്തി മറിഞ്ഞാലും എന്തൊക്കെ തരംഗങ്ങളുണ്ടായാലും അവർക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട് ഈ 2 പാർട്ടികൾക്ക്. മറ്റവർക്ക് കാലാനുസൃതമായി ഒരു ഒഴുക്കിലൊന്നായിട്ട് കിട്ടുകയും ചെയ്യും, ചിലപ്പോൾ ഒഴുക്കിലൊന്നായിട്ട് കുത്തിയൊടിച്ച് പോവുകയും ചെയ്യും. ബാക്കിയുള്ള പാർട്ടികളുടെ എല്ലാ അവസ്ഥയാണ് അത്. കേരള കോൺഗ്രസ്സുകളാവട്ടെ, CPI ആവട്ടെ, ബാക്കിയുള്ളതൊക്കെ ആവട്ടെ. പക്ഷേ CPM ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, മുസ്ലിം ലീഗിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തിലും അതവിടെ സേഫായിട്ട് അവിടെ നിൽക്കും. അതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ തരംഗം ഉണ്ടാകുമ്പോൾ. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. CH മുഹമ്മദ് കോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, 57 രൂപീകൃതമായ കേരളത്തിൽ കഴിഞ്ഞ 68 വർഷത്തിനിടയിൽ ഒരൊറ്റ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളൂ കേരളത്തിൽ. അത് നാണക്കേടാ. ദളിത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഹിന്ദു വിഭാഗത്തിൽ നിന്നും എത്രയോ പേരും മുഖ്യമന്ത്രിമാരായി. അത് ഈഴവ വിഭാഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, നായർ വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുണ്ടായി, ഒക്കെ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പറയുമ്പോൾ ഓർത്തഡോക്സിൽ നിന്നും ഉണ്ടായി, RC നിന്നും ഉണ്ടായി. ഇതൊക്കെ ഉണ്ടാകുമ്പം ഈ ദളിത് വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആകെ ഒരൊറ്റ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത് തന്നെ അപമാനകരമാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അക്കാര്യത്തിനകത്ത്. CH മുഹമ്മദ് കോയ കേവലം 1.5 മാസക്കാലമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തും അദ്ദേഹം ഇരുന്നിട്ടുണ്ട്, അവർക്ക് അവർ കുട്ടിനാകെ ഇരുന്നിട്ടുണ്ട് ആ സ്ഥാനത്ത്. അപ്പം മുസ്ലിം ലീഗ് അത് അന്നത്തെ കാലത്ത് മുസ്ലിം ലീഗ് എനിക്ക് തോന്നുന്നത് 70കളുടെ അവസാനത്തിലാണ്, 78 ആ സമയത്ത് കണ്ടാണ് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നത്. ഒക്ടോബർ മാസം തൊട്ട് ഡിസംബർ 1-ാം തീയതി വരെയുള്ളൊരു ഒക്ടോബർ 12-ാം തീയതി അങ്ങനെ എന്തോ തൊട്ടാണ്, കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നില്ല, അതുകൊണ്ട് ക്ഷമിക്കുക. എന്തായാലും 1.5 മാസക്കാലമാണ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത് CH മുഹമ്മദ് കോയയ്ക്ക്. അന്ന് അത്രയും വർഷം മുമ്പ് 48 വർഷം മുമ്പ് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ കിട്ടാൻ യോഗ്യതയുണ്ടായിരുന്നെങ്കിൽ തുടർച്ചയായിട്ട് 5-6 മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് CH ആണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് ഈ മഹാനായ CH എന്ന് പറയുന്നത്. തങ്ങൾ കുടുംബം പോലെ തന്നെ മുസ്ലിം ലീഗുകാർക്ക് വൈകാരികമായൊരു ബന്ധമുള്ളതാണ് CH മുഹമ്മദ് കോയ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ MK മുനീറിൻ്റെ ബാധ്യത വരെ ലീഗ് ഏറ്റെടുത്തത് CHൻ്റെ വീട് എന്നുള്ള രീതിയിലാണ്. അപ്പം അവർക്കത് ക്ലെയിം ചെയ്യുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. അവർ മുന്നണിയിലെ 2ാമത്തെ ഘടകകക്ഷിയാണെങ്കിലും അവർക്ക് ക്ലെയിം ചെയ്യാം. കഴിഞ്ഞ തവണ അവർക്ക് പ്രതിപക്ഷ സ്ഥാനം ക്ലെയിം ചെയ്യായിരുന്നു, ചെയ്യാതിരുന്നത് അവരുടെ മാന്യത എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴും ഡെപ്യൂട്ടി CM ഞാനിപ്പോഴും വിശ്വസിക്കുന്നു UDF മിനിസ്ട്രി വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരായാലും ഡെപ്യൂട്ടി CM കുഞ്ഞാലിക്കുട്ടി തന്നെ ആവും. പക്ഷേ മുസ്ലിം ലീഗ് പറഞ്ഞാൽ ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല, കണ്ടറിഞ്ഞു കൊടുക്കണം, കണ്ടറിഞ്ഞു കൊടുക്കേണ്ടതാ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ 7 മന്ത്രി സ്ഥാനം ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും, അതിനുള്ള അർഹത അവർക്കുണ്ടെന്നേ. അവരുടെ ബലത്തിലാണ് ഇവർ മലബാറി മുഴുവൻ പിടിച്ചു നിൽക്കുന്നത്. അവരില്ലാന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് മുന്നണി വിട്ട് കഴിഞ്ഞാൽ UDF എന്ന് പറയുന്ന സാധനം പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥയിൽ കേരളത്തിലെത്തും. മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഈ സാധനം. അപ്പം അത് മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ
കേരളത്തിൽ ഉൾപ്പെടെ തീവ്രവാദ സംഘടനകൾ ശക്തി പ്രാപിക്കും. തീർച്ചയായിട്ടും. കാരണം ഇവരൊരു സെക്യുലർ പാർട്ടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗ്, മുസ്ലിം എന്നുള്ള പേരൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇവർ സെക്യുലർ പാർട്ടിയാണ്. ഞാൻ BJP സെക്യുലർ പാർട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം സെക്യുലർ പാർട്ടിയാണ്, പ്ലാറ്റ്ഫോമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ BJP ഇല്ലെങ്കിലുള്ള അപകടം എന്താ? ഈ ഹനുമാൻ സേനയും ഈ ശ്രീരാമൻ സേനയും മറ്റേ പാമ്പിനെ പിന്നെ തൃശ്ശൂര വിതരണത്തിന് പോയാണ് പ്രവീൺ തൊഗാഡിയ പണ്ട് ബീഹാറിലോട്ട് ചെല്ലാൻ നേരത്താണ് പറഞ്ഞത്. പിന്നെ മറ്റേ ആരുടെ കയ്യിലായിരുന്നു തൃശ്ശൂരുണ്ടായിരുന്നു? ശിവൻ്റെ കയ്യിൽ തൃശ്ശൂരുണ്ടായിരുന്നു. തൃശ്ശൂര വിതരണത്തിന് ചെയ്തപ്പോൾ ലാലു പ്രസാദ് യാദവ് പറഞ്ഞു ശിവൻ്റെ കയ്യിൽ തൃശ്ശൂരും ഉണ്ടായിരുന്നു, കഴുത്തെ പാമ്പും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചിട്ട് പാമ്പാട്ടികളെ വിളിച്ചിട്ട് പാമ്പും കൊണ്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പ്രവീൺ തൊഗാഡിയ ആ വഴിക്ക് പോയില്ല. തൃശ്ശൂരം വിതരണം ചെയ്യേണ്ട ഒന്നും ചെയ്യാനും ശിവൻ്റെ കഴുത്തെ പാമ്പുണ്ടായിരുന്നല്ലോ. ഇവൻ തൃശ്ശൂരം വിതരണം ചെയ്യാൻ അവിടെ പോയാൽ തിരിച്ച് അവർ പാമ്പിനെ ഇവൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് അത് അത്തരം ഈ പിന്നെ വളരെ പിന്നെ വൃത്തികെട്ട വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളെല്ലാം നിശബ്ദരാക്കിയത് BJP വന്നപ്പോഴാണ്. ഇപ്പോൾ സാദി പ്രാച്ചിയും സാക്ഷി മഹാരാജാവും തീർച്ചയായിട്ടും സുബ്രഹ്മണ്യ സ്വാമി എത്ര വലിയ തീവ്ര വർഗീയത പറഞ്ഞോടാ പിടിച്ചു മാറ്റി നിർത്തി. ക്യാബിനറ്റിൽ അടുപ്പിച്ചില്ല ഒറ്റൊന്നിനെയും. കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള ഒരുപാട് ഗാന്ധി കുടുംബ വിരുദ്ധ പരാമർശം നടത്തിയിട്ടുള്ള ആളാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി. പല വിഷയങ്ങൾ റൈസ് ചെയ്തത്. ഇറ്റലിയിലെ ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്, ഇരട്ട പൗരത്വം, രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം, സോണിയാഗാന്ധിയുടെ ഇരട്ട പൗരത്വം, ഇതൊക്കെ കൊണ്ടുവന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആവുമെന്ന് ഉറപ്പിച്ചതാ. അപ്പോഴാണ് പുള്ളി പക്ഷേ ഈ അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് മാറണ്ട. നമ്മൾ പിന്നെ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ബാക്കിയുള്ളവർക്ക് വെച്ച് കൊടുത്തിട്ടുള്ള എത്രയോ CPIക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് എങ്ങനെയാണ്? CPIക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടാണോ? അല്ല. PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ CPIക്ക് അല്ല അവരുടെ ആ മുന്നണി സംവിധാനത്തിനകത്ത് ഭൂരിപക്ഷം MLA-മാരുള്ളത്. പക്ഷേ ഒരു ധാരണയുടെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായത് കഴിഞ്ഞ തവണ എങ്ങനെ ആയത്? BJPക്കാണ് പിന്നെ ഭൂരിപക്ഷം MLA-മാരുള്ളത്. രണ്ടാം കക്ഷിയാണ് മുന്നണിയിലേത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടി, പിന്നെ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടി JDU. പക്ഷേ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. ഏക്നാഥ് ഷിൻഡെ പിന്നെ ശിവസേന വളർത്തി ചെല്ലുമ്പം ദേവേന്ദ്ര ഫഡ്നാവിസ്, അതിനു മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസ്, BJP-യാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷേ ഏക്നാഥ് ഷിൻഡെ അന്ന് മുഖ്യമന്ത്രിയാക്കി, ദേവേന്ദ്ര ഫഡ്നാവിസ് ഉപമുഖ്യമന്ത്രിയായി. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിക്ക് മുഖ്യമന്ത്രിയാവാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ സംഭവിച്ചു, CHൻ്റെ കാര്യത്തിൽ സംഭവിച്ചു, PK വാസുദേവൻ നായരുടെ കാര്യത്തിൽ സംഭവിച്ചു. അവർക്ക് എന്തുകൊണ്ട് ക്ലെയിം ചെയ്തുകൂടാ? കാരണം ഇവരിവിടെ കോട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപമുഖ്യമന്ത്രി സാർ എന്തായാലും കുഞ്ഞാലിക്കുട്ടി കൊടുക്കേണ്ടി വരും. ഇവരിവിടെ കോട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായിട്ടെന്നാൽ കുഞ്ഞാലിക്കുട്ടി ആവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ആവുന്നതിനെന്താ കുഴപ്പം? കുഞ്ഞാലിക്കുട്ടി 27-ാമത്തെ വയസ്സിൽ പിന്നെ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ അന്നത്തെ കാലത്ത്, കാരണം മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ അക്കാലത്ത് പിന്നെ ഗ്രാജുവേറ്റാണ് അദ്ദേഹം. പിന്നെ സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. ഗ്രാജുവേറ്റാണ്, BCom കഴിഞ്ഞാണ്. പിന്നെ അദ്ദേഹം മറ്റേ അന്ന് PGDC ഒക്കെ ഉള്ള കാലമാണല്ലോ, ഇപ്പോൾ ഇല്ലാത്ത. അപ്പം പിന്നെ ആ കോഴ്സും എല്ലാം കഴിഞ്ഞ ആളാണ്. 27-ാമത്തെ വയസ്സിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി. 31-ാമത്തെ വയസ്സിൽ നിയമസഭയിലെത്തി 1982-ൽ. അതിനുശേഷം 87-ലും പിന്നെ മലപ്പുറത്ത് നിന്ന് നിയമസഭയിലെത്തുന്നു. അതിനുശേഷം 91 എന്ന് പറയുമ്പം അദ്ദേഹത്തിന് ഏകദേശം പിന്നെ 45 വയസ്സ് അത്രയില്ല. അതായത് പിന്നെ 82-ൽ 31 ആകുമ്പം 40 വയസ്സേ ഉള്ളൂ. 40 വയസ്സിൽ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം പിന്നെ അന്ന് 5 വർഷമായി, മൊത്തം 15 വർഷം കേരളത്തിന് പിന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയായി. 1 തൊട്ട് 96 വരെ, 2001 തൊട്ട് 2006 വരെ, 2011 തൊട്ട് 2016 വരെ 15 വർഷക്കാലം കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ് PK കുഞ്ഞാലിക്കുട്ടി. വ്യവസായ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലെ രണ്ടാമനാണ്. അത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും EP ജയരാജനാണ് രണ്ടാമനായിട്ട് വ്യവസായ വകുപ്പ്. ഇപ്പോഴത്തെ മിനിസ്ട്രി പിന്നെ എല്ലാവരും ആദ്യമായിട്ട് മന്ത്രിമാരാവുന്ന ആൾക്കാരായതിൻ്റെയും പിന്നെ ജൂനിയേഴ്സ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ രണ്ടാം സ്ഥാനം ആർക്കും കൊടുത്തിട്ടില്ല. MP ഗോവിന്ദ മാഷ് ഉണ്ടായിരുന്നപ്പോൾ പുള്ളിയെ രണ്ടാമനായിട്ട് പരിഗണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ P രാജീവും KN ബാലഗോപാലും ഒക്കെ തുല്യമായി തന്നെ MP രാജേഷും ഒക്കെ പരിഗണിക്കപ്പെടുന്നത്. കാരണം പാർട്ടിക്കകത്തുള്ളവരുടെ ഒരു ഇത് തത്തുല്യമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്നുണ്ട്. അപ്പം മന്ത്രിസഭയിലെ രണ്ടാമനായിട്ട് 3 മന്ത്രിസഭകളിൽ 40 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 74 വയസ്സായി. അങ്ങനെ തുടങ്ങിയ ഒരാളാണ് PK കുഞ്ഞാലിക്കുട്ടി. 74-ൽ കഴിയുന്നു 75-ലേക്ക് എത്തുന്നു. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി നിരവധി തവണ MLA ആയി. പിന്നെ പ്രതിപക്ഷ ഉപനേതാവായി പല നിയമസഭകളിൽ. അതിനിടയ്ക്ക് ലോക്സഭയിലോട്ട് പോയി, പാർലമെൻറ്റിലേക്ക് പോയി, വീണ്ടും തിരിച്ചു വന്ന് നിയമസഭയിൽ വന്നു. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം തോറ്റിട്ടുള്ളൂ. അത് 2006-ൽ കുറ്റിപ്പുറത്ത് KT ജലീലിനോട് പരാജയപ്പെട്ടത്. അന്ന് അദ്ദേഹം മറ്റേ ഐസ്ക്രീം പാർലർ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പിന്നെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ്. പക്ഷെ ആ കുഞ്ഞാലിക്കുട്ടി അല്ല ഇപ്പോഴത്തെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പം കുഞ്ഞാലിക്കുട്ടിയുടെ വായിന്ന് ഇമ്മച്ചുറായിട്ടുള്ളൊരു വാക്ക് നമ്മൾ കേൾക്കത്തില്ല. വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്നു. വെല്ലുവിളി രാഷ്ട്രീയമില്ല, സെക്കുലറാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മതേതര ബോധം വിട്ടിട്ടുള്ള വാക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ വായിന്ന്
മതമല്ല പ്രശ്നം, അല്ല മതമാണ് പ്രശ്നം എന്നൊന്നും പറഞ്ഞിട്ട് പാട്ട് പാടാനൊന്നും പുള്ളിയെ കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ വേദിയിലോട്ട് ഏതെങ്കിലും കൊച്ചു പെൺപിള്ളേർ കയറി വരുമ്പോൾ ആരെതിനെ കൊണ്ട് കയറ്റിയെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്ന ഈ യാഥാസ്ഥിതിക സമസ്തക്കാരുടെ സ്വഭാവത്തിന് കുഞ്ഞാലിക്കുട്ടിയെ കിട്ടത്തില്ല. കുഞ്ഞാലിക്കുട്ടി ക്ഷയിക്കാനും കൊടുക്കുന്നിടത്ത് ക്ഷയിക്കാനും കൊടുക്കും. സ്ത്രീകൾക്ക് എല്ലാ രീതിയിലും വളരെ കൃത്യമായിട്ട് ഇടപെടുന്ന. കഴിഞ്ഞ ദിവസം കുഞ്ഞാക്ക ബോബൻ്റെ കൂടെ ഡാൻസ് അപ്പം ഫ്ലെക്സിബിളാണ് ആൾ, ഫ്ലെക്സിബിളാണ്, ഇൻ്റലക്ച്വലാണ്, പ്രായോഗിക രാഷ്ട്രീയത്തിനകത്തെ ചാണക്യനാണ്. പിന്നെ ആ കാര്യത്തിനകത്ത് കെ കരുണാകരനോടൊക്കെ ഉപമിക്കാവുന്ന കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കരുണാകരൻ്റെയും ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ ബാക്ക് ബോണായിട്ട് നിന്നിട്ടുള്ളത്. അതിൽ കെ എം മാണി അന്തരിച്ചു പോയി, പിന്നെ കുഞ്ഞാലിക്കുട്ടിയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഒരു ഏറ്റവും ചാണക്യൻ എന്ന് പറയാവുന്ന രീതിയിലേക്ക് പോകുന്ന ഒരാൾ കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി ഒരു ലേസണും കൂടിയാണ് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇടയ്ക്ക്. പുള്ളി മന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷമായിട്ട് പുള്ളി ഒരു കണക്ഷൻ വെച്ച് പുലർത്തും. പുള്ളി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷമായിട്ടൊരു കണക്ഷൻ വെച്ച് പുലർത്തും. നിയമസഭയ്ക്കകത്ത് വെല്ലുവിളി രാഷ്ട്രീയത്തിലേക്ക് പോകാറില്ല. വളരെ നീറ്റായിട്ട് മെച്ചൂർഡ് പൊളിറ്റിക്സ്. അതുകൊണ്ടല്ലേ അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് പറയുന്നത്. അതൊരു വലിയ പ്രയോഗമായിട്ട് തന്നെ മലയാള ഭാഷയ്ക്കുള്ളൊരു പ്രയോഗമായിട്ട് ഇപ്പോൾ ഇമ്മിണി ഒന്ന് ഇമ്മിണി വലിയ ഒന്ന് എന്ന് വൈക്കമുത് ബഷീർ പറയുന്നത് പോലെ പറഞ്ഞിട്ടുള്ളതുപോലെ പിന്നെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് ഈ പിന്നെ കുഞ്ഞിനി മാഷ് പറഞ്ഞതുപോലെ സംസാരിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിക്കുള്ളൂ എന്ന് EMS പറഞ്ഞതുപോലെ അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട എന്നത് കേരള രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടി നാളെ മരണപ്പെട്ടാലും കുഞ്ഞാലിക്കുട്ടിയുടെ കാലശേഷവും ഓർത്തിരിക്കുന്ന പ്രയോഗമാണത്. അങ്ങനെ പ്രയോഗം സമ്മാനിച്ച രാഷ്ട്രീയത്തിൽ അത്തരം പ്രയോഗങ്ങൾ വളരെ അപൂർവമായിട്ട് വരാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പം കുഞ്ഞാലിക്കുട്ടിയാണ് നിസ്സാരക്കാരനല്ല. കുഞ്ഞാലിക്കുട്ടി എന്ന മുഖ്യമന്ത്രി ആവാൻ യോഗ്യത. ഇവർ തമ്മിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കല്ലാതെ വേറെ മാർഗമുണ്ടോ? അങ്ങനെയുണ്ട്. അതുമാത്രമല്ല, മുസ്ലിം ലീഗ് അപ്പുറത്തോട്ട് ചെല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മിനിസ്റ്റർ പിന്നെ CM സ്ഥാനം UDF അല്ല LDF കൈവച്ചാൽ കൊടുക്കും. ആ സമയത്ത് ആ സെക്രട്ടറി കൊടുക്കും. കാരണം MP ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് എന്തുവാ, പിന്നെ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, മുസ്ലിം ലീഗുമായിട്ട് പണ്ട് അടവ് നയം ഉണ്ടാക്കിയിട്ടുണ്ട് LDF. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ നാളെ കോൺഗ്രസ് ഇല്ലാതായാലും CPM ഇല്ലാതായാലും നാളെ BJP കേരളം വിഴുങ്ങാൻ വന്നാലും മുസ്ലിം ലീഗ് പിന്നെ വിഴുങ്ങാൻ പറ്റത്തില്ല. മുസ്ലിം ലീഗ് ഇല്ലാതാകാൻ പോകുന്നില്ല. ഇപ്പം ബംഗാളിൽ മമത വിഴുങ്ങിയപ്പം എല്ലാവരെയും വിഴുങ്ങി, കോൺഗ്രസിനെയും CPM-നെയും ഒക്കെ ഇല്ലാതാക്കി. എന്ന് നാളെ ഒരിക്കൽ BJP അവിടെ വന്നു കഴിഞ്ഞാൽ തൃണമൂലും കൂടി ഇല്ലാതാവും, BJP-യുടെ കയ്യിലേക്ക് അങ്ങ് പോകും. ഇങ്ങനെ സ്ഥിതി കേരളത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല. കേരളത്തിൽ എങ്ങനെ പോയാലും BJP കേരളത്തിലെ ബാക്കിയുള്ള സീറ്റുകളെല്ലാം പിടിച്ചാലും മുസ്ലിം ലീഗിൻ്റെ കോട്ടകൾ പിടിക്കാൻ പറ്റത്തില്ല. അതായത് പിന്നെ LDF-ഉം UDF എന്ന് പറയുന്ന സംവിധാനം വാനിഷ്ഡായി കഴിഞ്ഞാൽ പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി അവിടെ പ്രതിപക്ഷ സ്ഥാനത്തൊപ്പം ഉണ്ടാവും. നാളെ ഒരിക്കൽ BJP കേരളം പിടിക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്ത് ഉണ്ടാകുന്നത് ഈ ഒരൊറ്റ പാർട്ടി മാത്രമായിരിക്കും എന്നുള്ളതും കൂടി ചിന്തിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ഈ ചരിത്രങ്ങൾ മുഴുവനുണ്ടല്ലോ. ഇപ്പം ഞാൻ പിന്നെ മഹാരാഷ്ട്രയിലെ എക്സാമ്പിൾ പറഞ്ഞു, ഇവിടുത്തെ എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ JDUവിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ അസറുദ്ദീൻ ഒവൈസിയുടെ ഈ ഒരു ഡ്രാമയുണ്ട്. ഒരു പക്ഷേ BJP-യുടെ B ടീമായിട്ട് ഒരു പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. അല്ല, അതിനാണല്ലോ അവരെ മുമ്പ് പിന്നെ ദേശീയ കേന്ദ്രം എന്ന് പറയുന്നത് ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോൾ അവർ ദില്ലിയിൽ ഓഫീസ് ഇട്ടതും പിന്നെ നാഷണൽ ലെവലിൽ ഇപ്പം MSF-ന് നാഷണൽ സംവിധാനം ഉണ്ടാക്കി, യൂത്ത് ലീഗിനുണ്ടാക്കി. പക്ഷേ അവരുടെ അബദ്ധം കാണിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നിയമസഭയിലോട്ട് വന്നപ്പം ഈ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ ഇവിടെ സീറ്റ് കൊടുത്തു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരിക, ദേശീയ തലത്തിൽ ലീഗ് ഉണ്ടാക്കാനാണ് അവരെ നിർത്തേണ്ടത്, അവിടുത്തെ വിഷയങ്ങളിലേക്ക് ഇടപെടുക വേണ്ടത്. അപ്പം പിന്നെ നാഷണൽ ലെവലുണ്ടാകുന്ന ഇഷ്യൂസിനകത്ത്, മൈനോറിറ്റി ഇഷ്യൂസിനകത്ത് UP-ക്കകത്തും ഇവിടെയൊക്കെ ബീഹാറിലും ഒക്കെ അവർക്ക് പലതും ചെയ്യാൻ പറ്റും. കിഷൻഗഞ്ച് മേഖലയിലൊക്കെ പ്രത്യേകിച്ചും ബീഹാറിലെ അവിടെ. കാരണം കഴിഞ്ഞ തവണ OBC സീറ്റുകൾ പിടിക്കുകയും ചെയ്തു. കുറേ സീറ്റുകൾ പിന്നെ 5 സീറ്റ് പിടിച്ചു. കുറേ സീറ്റുകൾ ഇവർക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. BJP-ക്ക് പിടിച്ചു കൊടുക്കുന്നതിൽ OBC പിടിച്ച വോട്ടുകൾ നിർണായകമായിട്ടുള്ള പങ്കായി. അപ്പോൾ ആ രീതിയിൽ ലീഗിൻ്റെ സാധ്യതകൾ ദേശീയ തലത്തിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് ലീഗ് ചിന്തിക്കുന്നില്ല എന്ന് ലീഗിൻ്റെ പല നേതാക്കന്മാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് അത്ര ഇവിടെ ഇങ്ങനെ ഒതുങ്ങി നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ പോകുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രി, ഒരു പിന്നെ മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി വരികയാണെങ്കിൽ ദേശീയ തലത്തിലുള്ള ഭയങ്കര വാർത്തയാവും. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എപ്പോഴും മുസ്ലിങ്ങളുടെ ബ്ലഡിലുള്ളതാണ്, മുസ്ലിം സമുദായത്തിൻ്റെ. ആ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ റൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിനെ കൊണ്ടുവന്നിട്ട് OBC ഉൾപ്പെടെയുള്ളവരെ മൂലയ്ക്കാക്കാൻ പറ്റും. ആ മൂലയ്ക്കാക്കാൻ പറ്റിക്കഴിഞ്ഞിട്ട് അങ്ങനെ വന്നാൽ കാശ്മീരിലുൾപ്പെടെ ഇവർക്ക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. കാശ്മീരിലുൾപ്പെടെ ഗുലാം നബി ആസാദിനെയൊക്കെ പറ്റിയാൽ മെല്ലെങ്കിൽ വലിക്കുക, അതുകൊണ്ട് പുള്ളിയെ പിന്നെ CM ആക്കാന്ന് പറയാൻ മെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ കാശ്മീരിൽ ഉൾപ്പെടെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ദേശീയ തലത്തിൽ നിൽക്കുകയും ചെയ്യാം, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യാം, ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയും ചെയ്യാം.
മാത്രമല്ല ഈ കോൺഗ്രസിലെ തമ്മിലടിക്ക് അവസാനമാവും. അപ്പോൾ ഏറ്റവും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തായിരുന്നാലും ശരി, മുഖ്യമന്ത്രി സ്ഥാനം പിന്നെ അർഹതയുണ്ട് എന്ന് പറഞ്ഞത് ഫാക്റ്റ് തന്നെയാണ്. മുഖ്യമന്ത്രിയായിട്ട് ഒരു മുസ്ലിം കേരളത്തിൽ നിന്ന് പാലോളി മുതൂട്ടി ആവും നമ്മൾ പ്രതീക്ഷിച്ചായില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിനൊന്നും അതിനുള്ള ആരോഗ്യമില്ല. ഇനി CPM-ൻ്റെ ഭാഗത്തുനിന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടാൻ പറ്റുന്ന ആരുമില്ല. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര്യാടൻ മുഹമ്മദൊക്കെ മരണപ്പെട്ട ശേഷം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് സെക്യുലർ ഫേസ് ഇല്ല. പിന്നെ ഒരു കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു ഈ ഉടായ്പും ഈ പരിപാടികളും തരികിടകളും ഒക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ച് ഷാഫി പറമ്പിൽ ഭാവിയിലാകാൻ പറ്റുമെന്ന്. പക്ഷേ അതോടുകൂടി കേരളത്തിൻ്റെ അവസാനമായിരിക്കും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസാനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റുന്നത് മുസ്ലിം ലീഗിനകത്തുനിന്ന് അതിന് പറ്റുന്ന ആൾ, കാപ്പബിൾ ആയിട്ടുള്ള ആൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു അവസാന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് വെക്കുകയാണ്, പ്രൊപ്പോസൽ വെക്കുകയാണ്, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അപ്പുറത്ത് ഡെപ്യൂട്ടി CM മതി. LDF-ലോട്ട് പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF സ്വീകരിക്കുകയും ചെയ്യും, ഇവരിവിടെ കിടന്ന് പ്രതിപക്ഷത്തിരിക്കേണ്ടിയും വരും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഇതൊന്നും മുമ്പിൽ കാണുന്നില്ല. വോട്ടെണ്ണുന്നതിന് മുമ്പ് ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ച മുഹമ്മദ് ഷിയാസാണ് തുടങ്ങി വെച്ചത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഏറ്റുപിടിച്ചു. ഒരു ആവശ്യമില്ലാത്തൊരു തുടക്കമാണ് തുടങ്ങിയത്. അദ്ദേഹം ഉദ്ഘാടനം മനോഹരമായിട്ട് അങ്ങ് നടത്തി കൊടുത്തു. ഉദ്ഘാടനം നടത്തിയത് മാത്രമേ ഷിയാസിന് ഓർമ്മയുള്ളൂ. ഷിയാസ് പിന്നെ കാണുന്നത്, ഷിയാസ് തീ കൊടുത്തു, പട്ടക്കം കൊണ്ട് പൊട്ടി തുടങ്ങിയപ്പോൾ ഷിയാസ് കൊണ്ട് തെറിച്ചു പോയി. ബാക്കിയുള്ളവർ മുഴുവൻ അപ്പുറത്തിരുന്ന് ഗുണ്ടെറിഞ്ഞുകൊണ്ടിരിക്കുക. മറ്റേ KC-ക്ക് അനുകൂലമായിട്ടുള്ളവർ. ഭൂരിപക്ഷം MLA-മാർ നിയമസഭാ കക്ഷിക്കകത്ത് ഇവർക്ക് വരാൻ പോകുന്നത് KC-യോട് അനുഭവമുള്ള ആളുകളാണ്. MLA-മാർ കൈ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് വരും. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇവിടെ വല്ലാത്ത ക്ലാഷിലേക്ക് പോവുകയാണെങ്കിൽ ലീഗ് ഇങ്ങനെ പ്രൊപ്പോസൽ ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിന് അവഗണിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവരൊക്കെ ആവുന്നതിനേക്കാൾ എന്തായാലും ഞാൻ KC വേണുഗോപാൽ വന്നാൽ കരുതുന്ന ലീഗ് ആയിക്കോട്ടെ എന്ന് കരുതും. അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാൽ ആയില്ലെങ്കിൽ, മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പിന്നീട് കേരളത്തിൽ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നത് PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. പക്ഷേ എന്തു വന്നാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ക്ലെയിം ചെയ്യുന്നില്ല എന്ന് 100 വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഡെപ്യൂട്ടി CM ആയി PK കുഞ്ഞാലിക്കുട്ടി വരും എന്ന് തന്നെയാണ്. UDF-ന് ഭരണം കിട്ടിയാൽ വരും. UDF ഭരണം കിട്ടിയാൽ എന്നുള്ള കണ്ടീഷനുണ്ട്, ഇല്ലെങ്കിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ അത് 4-ാം തീയതി അറിയാൻ പറ്റുള്ളൂ. ഭരണം കിട്ടിയാൽ PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല.